ഇടുക്കിയിൽ കാട്ടാനകൾ ഇനി നാട്ടുകാരുടെ റേഷൻ മുടക്കില്ല. ആടുവിളന്താൻ കുടിയിലും ശങ്കരപാണ്ഡ്യൻ മേട്ടിലുമുള്ളവർക്കായി സഞ്ചരിക്കുന്ന റേഷൻ കടകൾ പ്രവർത്തനം ആരംഭിച്ചു. മാസത്തിൽ 2 പ്രാവശ്യം റേഷൻ ധാന്യങ്ങളുമായി വാഹനം കുടികളിലെത്തും. അരിക്കൊമ്പൻ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയത് പന്നിയാറിലെയും ആനയിറങ്കിലെയും റേഷൻ കടകൾക്ക് നേരെയായിരുന്നു. അരിക്കൊമ്പനെ കാട് കടത്തിയതോടെ ആക്രമണം ചക്കക്കൊമ്പൻ ഏറ്റെടുത്തു. ഓരോ തവണ ആന റേഷൻ കട ആക്രമിക്കുമ്പോഴും ദിവസങ്ങളോളം റേഷൻ മുടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി റേഷൻ മുടങ്ങാതെ കുടികളിലെത്തും. ആടുവിളന്താൻ കുടിയിലും ശങ്കരപാണ്ഡ്യൻ മേട്ടിലും ഉള്ളവർക്കായി സഞ്ചരിക്കുന്ന റേഷൻ കട തയ്യാറായി. സഞ്ചരിക്കുന്ന റേഷൻ കട എന്ന പദ്ധതി നമ്മുടെ മലയോര എസ്റ്റേറ്റ് വനപ്രദേശങ്ങൾ അടങ്ങുന്ന പ്രദേശങ്ങളിലെ വിശേഷിച്ചും ആദിവാസി കുടുംബങ്ങൾ അവർക്ക് അരി വാങ്ങാൻ റേഷൻ കടയിൽ എത്തണമെങ്കിൽ അവരുടെ ഊരുകളിൽ നിന്ന് 5, 6, 8 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം എത്തേണ്ടത്. അപൂർവമാണെങ്കിലും ആളുകൾക്ക് അരി വാങ്ങാൻ എത്തണമെങ്കിൽ 200, 300, 500 രൂപ വരെ ചിലവ് വരുന്നു. ആ സാമ്പത്തിക പ്രയാസങ്ങളുള്ള കുടുംബങ്ങൾ ആയതുകൊണ്ട് തന്നെ അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് സഞ്ചരിക്കുന്ന റേഷൻ കട അവരുടെ ഊരുകളിലേക്ക് എത്തി അവിടെ വെച്ച് വിതരണം ചെയ്യുന്ന സംവിധാനം ഏർപ്പെടുത്തിയത്. ഇന്നിപ്പോൾ 137ാമത്തെ ഊരാണ് ഇവിടെ ഇന്ന് 137ാമത്തെ സഞ്ചരിക്കുന്ന കടയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. 100 കണക്കിന് ഊരുകളിൽ ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ 4ാം വർഷത്തിൽ 100 പരിപാടിയിൽ സമ്പൂർണ്ണമായും കേരളത്തിലെ ഇത്തരം കേന്ദ്രങ്ങളിലെത്തുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. കുടിനിവാസികളായ 50 കുടുംബങ്ങൾ 12 കിലോമീറ്റർ സഞ്ചരിച്ചാണ് പന്നിയാറിലെത്തി റേഷൻ വാങ്ങിയിരുന്നത്. റേഷൻ വാങ്ങാൻ പോയിരുന്നതും കാട്ടാന ആക്രമണത്തെ ഭയന്നായിരുന്നു. 15 കിലോമീറ്റർ ആണ് പോയി മേടിക്കുന്നത് റേഷനരി. ഞങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കി തന്നതിന് ഗവൺമെന്റിന് ഒത്തിരി നന്ദികളുണ്ട്. ഇനി ഞങ്ങൾ ആനയുടെ ശല്യം പറഞ്ഞ് ഞങ്ങൾ കുടിയിൽ മേടിക്കുവാണ്. ശങ്കരപാണ്ഡ്യമെട്ടിൽ 52 കാർഡ് ഉടമകളുണ്ട്. മാസത്തിൽ 2 പ്രാവശ്യം റേഷൻ ധാന്യങ്ങളുമായി വാഹനം കുടികളിലെത്തും. ഇത് സർക്കാരിൻ്റെ പുതിയ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഞ്ചരിക്കുന്ന റേഷൻ കട എന്നാണ് ഈ പദ്ധതിയുടെ പേര്. റേഷൻ കടയിൽ എത്തിപ്പെടാൻ വിദൂരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി മേഖലയിലെ കുടികളിലാണ് പ്രധാനമായി ഇത് ചെയ്തു വരുന്നത്. ഇപ്പം നമ്മുടെ ഈ കടയുടെ കീഴിൽ ആടുവിളന്താൻ എസ്.ടി. കോളനി, പന്തടിക്കളം, കോഴിപ്പന്നക്കുടി എന്നീ മേഖലയിൽ ഇതിൻ്റെ വിതരണം ഉണ്ടാകും. അതുപോലെ തന്നെ തൊട്ടടുത്ത പ്രദേശമായ ശങ്കരപാണ്ഡ്യൻ വീട്ടിലും അവിടെ ഈ കാട്ടാന ശല്യമൊക്കെ ഒരു വിഷയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്കും കടയിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയുള്ള മേഖലയിലാണ് ഇത് നടപ്പിലാക്കി വരുന്നത്. ആനശല്യം കൂടുതലുള്ള 301 കോളനി, പത്തടിക്കളം, പച്ചപ്പുൽത്തൊഴുക്കുടി, കോഴിപ്പന്നക്കുടി എന്നിവിടങ്ങളിലേക്കും സഞ്ചരിക്കുന്ന റേഷൻ കട വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കേരള ഗവൺമെൻറ് ചെയ്ത ഒരു നല്ല കാര്യമാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് ആടുവിളന്താൻകുടി. ഇവിടുന്ന് ട്രാവലാണെങ്കിൽ 16 കിലോമീറ്റർ സഞ്ചരിച്ചാണ് റേഷൻ സാധനങ്ങൾ വാങ്ങുന്നത്. ഇങ്ങനെ വാതിൽപ്പടി റേഷൻ വിതരണം ചെയ്യുന്നതിന് ഒരു നല്ല കാര്യം. അതുപോലെ ഈ ബുദ്ധിമുട്ടുള്ള കുടികളിലും കൂടെ ഈ സംഭവം കൊടുക്കണം. അത് വന്നിട്ട് കോഴിപ്പന്നക്കുടി, പന്തടിക്കളം, 301, പച്ചപ്പുല്ല് ഈ മേഖലയും കൂടെ ഭയങ്കര കഷ്ടപ്പാടുള്ള ഏരിയയാണ്. ഈ സേവനം അവിടെയും കൂടെ പോകുന്നത് നല്ലത്. മുറ്റത്ത് റേഷൻ ലഭ്യമായതിനുള്ള സന്തോഷത്തിലാണ് ഇടുക്കിയിലെ ഗോത്ര സമൂഹം. നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ? ഞങ്ങൾ സഹായിക്കാം. അതും ഹൈറേഞ്ചിൽ ഏറ്റവും പ്രചാരത്തിലുള്ള HCN ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും. പരസ്യം ഏതുമാകട്ടെ, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8330804447 അല്ലെങ്കിൽ 8330044821.